അപ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ എഗ് ബിരിയാണിയാണ്. എല്ലാവർക്കും എഗ് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ്. സ്പെഷ്യലി കുട്ടികൾക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എഗ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ എഗ് ബിരിയാണി. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. Thank you so much for watching. Keep watching, keep sharing, keep subscribing. Thank you. ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കണു. ഇന്നത്തെ നമ്മളുടെ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട ബിരിയാണിയാണ്, എഗ് ബിരിയാണി. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പം വളരെ ഈസി സിമ്പിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എഗ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ബിരിയാണിക്ക് ഒരു വലിയ സവാള സ്ലൈസസ് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടിയെടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാതെ. ഞാൻ ഓൾറെഡി മട്ടൺ ബിരിയാണി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അപ്പം മട്ടൺ ബിരിയാണിയിൽ ഞാൻ ഓണിയൻ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ ടൊമാറ്റോ ഇച്ചിരി അല്പം വലുതായിട്ട് കട്ട് ചെയ്തത്, ഞാൻ സ്ക്രബ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് നല്ല ഉടച്ചു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഒരു 4-5 എഗ്ഗ് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യും. പിന്നെ ഒരു 3-4 ബേ ലീഫ്, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, കറിയാമ്പൂ എന്ന് പറയും, ക്ലോവ്സ്, ഒരു 2-3 കാർഡമം, അതായത് 2-3 പീസ് ഏലക്ക. പിന്നെ നമുക്ക് ഒരുപാട് മസാലകളൊന്നും നമ്മളുടെ മുട്ട ബിരിയാണിയിൽ ചേർക്കാറില്ല. ഒരുപാട് മസാലകൾ ചേർക്കാതെ ഉണ്ടാക്കുന്ന മുട്ട ബിരിയാണിക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ നമുക്കൊരു നല്ല ജീരകം 1/2 ടീസ്പൂൺ വറുത്ത് പൊടിക്കാത്തത് അതുപോലെ തന്നെ ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചത്, പൗഡർ അല്ല, ഒന്ന് ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഓവർ കുക്കായി പോകരുത്. ചൂടായ വെള്ളത്തിലോട്ട് ഒരു 3-4 മിനിറ്റോ ജസ്റ്റ് ഇട്ടോട്ടൊന്നും ബോയിൽ ചെയ്താൽ മതി റൈസ്. ഉടനെ തന്നെ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് റൈസ് എടുക്കണം. ഓവർ കുക്കായി പോകരുത് ചോറ്. 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആൻഡ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തിളച്ച വെള്ളത്തിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ നീരും ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഏറെ ആഡ് ചെയ്യണം. അപ്പോൾ ആ റൈസ് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒട്ടാതിരിക്കും, ഉപ്പ് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി. ഇതിലോട്ട് നമ്മൾ ആ സവാള വറുത്തെടുത്ത ഓണിയൻ ഫ്രൈഡ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നമ്മളുടെ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓണിയൻ ഫ്രൈഡ് ഓയിൽ യൂസ് ചെയ്യുമ്പം ആ ബിരിയാണിക്ക് നല്ല സ്മെല്ലായിരിക്കും ആ നമ്മൾ സവാള വറുത്തെടുത്തതിൻ്റെ. അപ്പോൾ ആ ഓയിൽ തന്നെ ബാക്കി വരുവാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുക. ആ നെയ്യുടെ മണം ഒന്ന് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു സ്മെല്ല് കിട്ടും ബിരിയാണിക്ക്. നല്ലതുപോലെ ചൂടായി എണ്ണ. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുക, ഒരു 2-3 ഏലക്ക, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, സിനമൺ സ്റ്റിക്ക്, ഒരു 2-3 കറിയാമ്പൂ, ക്ലോവ്സ്, 3-4 ചെറിയ ബേ ലീവ്സ്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. നമ്മളിതിലോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴട്ടുക ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനിയൊന്ന് മിക്സ് ചെയ്യുക. ഒരു അല്പം ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ലിറ്റിൽ സോൾട്ട്.
ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. 2 to 3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക. ക്ലോസ് ഇറ്റ് ഫോർ 2 to 3 മിനിറ്റ് ഇൻ ലോ ഫ്ലെയിം. നമ്മളുടെ സവാളയുടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കശ്മീരി ചില്ലി വേണേലും ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. സോട്ടേ വെൽ. ഇപ്പോൾ മസാല നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ടൊമാറ്റോ അല്പം വലുതായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് മസാല ഇല്ലാതിരിക്കുന്നതാണ് എഗ് ബിരിയാണിക്ക് നല്ലത്. ഒത്തിരി റെഡ് കളർ ആയിരിക്കരുത്. അപ്പം ഈ ടൊമാറ്റോ അല്പം വലുതായിട്ട് കട്ട് ചെയ്തിടാം. എഗ് ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ആയതുകൊണ്ട് കറിയല്ലല്ലോ. അപ്പോൾ കുറച്ച് വലിയ പീസസുകളായിട്ട് കട്ട് ചെയ്തിടുക. ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ഇതിലോട്ട് ഒരല്പം മല്ലിയില, ഫ്രഷ് കോറിയന്തർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒരല്പം പുതിന ഇല കൂടി, ചോപ്ഡ് പുതിന ഇല അതുകൂടെ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ക്ലോസ് ഇറ്റ് ഫോർ അനദർ 2 to 3 മിനിറ്റ് ഇൻ ലോ ഫ്ലെയിം. നമ്മളുടെ ടൊമാറ്ററും സവാളയും മസാലയെല്ലാം നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. അപ്പം ടൊമാറ്ററൊക്കെ ഒരുപാട് അങ്ങ് അളിയണമെന്നില്ല കേട്ടോ. കുറച്ച് ഒന്ന് വഴണ്ടാൽ മതി ടൊമാറ്ററൊക്കെ. അപ്പോൾ ഇതിലോട്ട് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് ഉടച്ചത് ഒഴിച്ചു കൊടുക്കുക. പുളി അധികം ഇല്ലാത്ത തൈരായിരിക്കണം ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് പോകും. ഒട്ടും പുളിയില്ലാത്ത തൈര് മതി, കട്ട തൈര് 3 ടേബിൾ സ്പൂൺ. ഇത് നല്ലതുപോലെ മിക്സായി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ക്ലോസ് ഇറ്റ് ഫോർ അനദർ 2 മിനിറ്റ് ഇൻ ലോ ഫ്ലെയിം അഗെയിൻ. ഇവിടെ നമ്മളുടെ മസാലയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന, ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക. നൈഫ് എടുത്തിട്ടൊന്ന് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കും. നമ്മൾ എല്ലാ മുട്ടയും കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ ഒരു മുട്ട ഒന്ന് ഹാഫ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് ഞാനിതൊന്ന്. ഹാഫ് ആക്കി ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് നമ്മൾ ആ സെൻറ്ററിലൊന്ന് ഡെക്കറേഷനിൽ ഇങ്ങനെ ഒന്ന് വെക്കാനായിട്ടേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുക. നിർബന്ധമില്ല, നിങ്ങൾക്ക് മുറിക്കേണ്ടെന്നുണ്ടെങ്കിൽ മുറിക്കാതെയും ഇടാവുന്നതാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ മുട്ടക്കറിയായിട്ട് ഈ സമയത്ത് യൂസ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മസാലയ്ക്കും മുട്ടക്കറി പോലെയായി. ഒരുപാട് ഗ്രേവി ഇല്ലാതാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഈ സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കൂടി പോകരുത്. റൈസിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ മുട്ടയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മുട്ട ഇവിടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. തിക്ക് ഗ്രേവിയാണ് ഇത്. ഒരുപാട് ലൂസ് ഗ്രേവി ആക്കേണ്ട കാര്യമില്ല മുട്ട ബിരിയാണിക്ക്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു അല്പം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, റൈസ്, കുറച്ച് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഫുൾ റൈസ് ഇടരുത്. ഒരു ഹാഫ് റൈസ് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഒരല്പം കട്ട് ചെയ്ത പുതിന ഇലയും ഒരല്പം ഫ്രഷ് കോറിയന്തർ ലീവ്, മല്ലിയിലയും പുതിന ഇലയും അല്പം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു അല്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നമ്മളുടെ പ്യുർ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത്
ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പം വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ഹാഫ് കട്ട് ചെയ്ത മുട്ട അത് പൊട്ടി അതിൻ്റെ യെല്ലോ പുറത്തു പോകരുത്. അപ്പം വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇതിന് മുകളിൽ റൈസ് സെറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ബിരിയാണി ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ അടിയിൽ മസാല ഉള്ള കുറച്ച് ചോറും മുട്ടയും കൂടെ നമുക്ക് എടുക്കാൻ കഴിയും. അതിന് വേണ്ടിയാണ് ഇതിവിടെ നമ്മൾ ഇനി ഇതിന് മുകളിലോട്ട് ബാക്കിയുള്ള റൈസ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൈസ് കംപ്ലീറ്റ് റൈസും ഇതിന് മുകളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലെവലാക്കുക, നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ചോറിൽ കഴിച്ച് നോക്കണം ഈ സമയത്ത് ചോറിന് ഉപ്പ് പിടിച്ചിട്ടുണ്ടോയെന്ന്. ബിരിയാണിക്ക് ചോറിന് ഉപ്പ് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ റൈസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സമയത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം റൈസിൽ ആവശ്യമുള്ള ഉപ്പ് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്ത പുതിനയില ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കട്ട് ചെയ്ത ഫ്രഷ് കോറിയണ്ടർ ലീവ്, മല്ലിയില കുറച്ച് ഫ്രഷ് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കുക. സെറ്റ് ചെയ്യുക. ഒരല്പം ഓണിയൻ ഫ്രൈ ചെയ്തതൊന്ന് മാറ്റി വെക്കണം ഗാർണിഷ് ചെയ്യാനായിട്ട്. ബാക്കി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പുറത്തോട്ട് നമുക്കൊരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 സ്പൂൺ നെയ്യാണേലും മതി. പ്യുവർ ഗീ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് ഒരു 7 to 8 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണം. അത് ദം കയറ്റണമെന്ന് അതിനകത്ത് ആ മസാലയും ആ ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ബാക്കി വേവാനുള്ള അരി നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അരി നമ്മൾ കുറച്ചേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബാക്കി 8-10 മിനിറ്റും കൊണ്ട് വേണം അരി വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അടിയിൽ കരിഞ്ഞു പോകരുത്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ബാക്കി വേവാനുള്ള അരി വെന്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് കഴിഞ്ഞു വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ബിരിയാണി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ ഫ്രണ്ട്സ്, മല്ലിയിലയും പുതിനയിലയൊക്കെ നമുക്ക് ലാസ്റ്റിൽ വേണേലും ആഡ് ചെയ്യാം. ഇത് ദം ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ആഡ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം അത് കുറച്ച് ബ്ലാക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ലാസ്റ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് വേണേലും ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് വേണേലും ഒരല്പം മല്ലിയിലയും പുതിനയിലയും അന്നേരം വേണേലും ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പം ബ്ലാക്ക് ആയി പോകും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനോടൊക്കെയാണ് മല്ലിയിലയും പുതിനയിലയും ഈ ഓണിയൻ ബ്രൗൺ ചെയ്തത് ഫ്രൈ ചെയ്തതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഇല്ലാതെയും വെറുതെ എഗ് ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതൊന്നുമില്ലാതെ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വളരെ ഈസി ഡിലീഷ്യസ് ആയിട്ടുള്ള എഗ് ബിരിയാണി ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് വളരെ ഈസിയും സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കറികളൊന്നും എക്സ്ട്രാ വേണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ എഗ് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ബാച്ചിലേഴ്സിനോടൊക്കെയാണ് നമ്മൾക്ക് ഈ മല്ലിയിലയോ ബ്രൗൺ ഓണിയനോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് എഗ് ബിരിയാണി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ പ്രൊസീജിയറാണ്. അപ്പോൾ ഫ്രഷ് കട്ട് ചെയ്ത ഫ്രഷ് മല്ലിയില കൂടി ആഡ് ചെയ്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസി, സിമ്പിൾ, delicious egg biryani. Friends, hope everyone likes today's very easy and simple, tasty, delicious egg biryani. Thank you so much for watching. Please don't forget to watch the videos. I need your valuable watch times. എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. നിങ്ങളുടെ വ്യൂസ് ആണ് വേണ്ടത്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ആണ് വേണ്ടത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ വെജിറ്റബിൾ റൈത്തയും അച്ചാറുമാണ്. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.